ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ മന്തി ആയാലോ? ആർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെരി പെരി ചിക്കൻ മന്തിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്, സെല്ല ബസ്മതി. അത് ഞാൻ ഒരു 2 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തത്. ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അത് നന്നായി കട്ട് ചെയ്ത് ഒന്ന് പരത്തിയെടുത്താൽ നന്നായി മസാല പിടിക്കും. നമ്മളിതിലേക്ക് മുഴുവനായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു കഷ്ണം കറുവപ്പട്ടയും, 2-3 ഗ്രാമ്പും, ഏലക്കായും, ഒരു ബേ ലീഫും, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അധികം ഡാർക്ക് ആവാതെ നോക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി സവാളയും, ഒരു പകുതി തക്കാളിയും, 5-6 വെളുത്തുള്ളിയും, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ച മിക്സിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടെ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കണം. ഇതിലേക്ക് തന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും, 1/2 കപ്പ് ഓയിലും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു വലിയ ചെറുനാരങ്ങ കൂടി ചേർക്കണം. ചെറുനാരങ്ങൻ്റെ നീരാണ് ചേർക്കേണ്ടത്. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഈ ടൈമിൽ നമ്മൾ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെറുതെ ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. കാരണം നമ്മൾ വീണ്ടും ഇത് ഒന്നുകൂടെ ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചിക്കനിൽ ഞാൻ കളർ ചേർക്കാത്തത് കൊണ്ടാണ് ഈ കളറായിട്ട് വന്നത്. നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല കുറച്ച് ബാക്കി നമ്മൾ വെക്കണം. നമുക്ക് വീണ്ടും ഇതിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. ഈ ടൈമിൽ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിൽ പുരട്ടാനുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായി പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് നേരത്തെ ബാക്കിയുണ്ടായിരുന്ന മസാലക്കൂട്ട് അതിലേക്കിട്ട് അതിൽ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ ചിക്കനിലേക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഈ മസാലയൊക്കെ നമ്മൾ തയ്യാറാക്കേണ്ടത്. ചിക്കൻ്റെ അളവനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. എത്രത്തോളം ചിക്കനിലേക്ക് പുരട്ടണോ അത്രത്തോളമാണ് നമ്മുടെ ഇഷ്ടം പോലെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡ്രൈ ആയി വരുന്ന ടൈമിലാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലക്കൂട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ചിക്കനും നമ്മൾ മസാല പുരട്ടിയെടുക്കാവുന്നതാണ്. നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന്. അതിലേക്ക് തന്നെ 2 ഉണക്ക നാരങ്ങയും, ഒരു ചിക്കൻ സ്റ്റോക്കും, ഏലക്കായും, ഒരു കഷ്ണം പട്ടയും, 2 ഗ്രാമ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എണ്ണ ഒഴിക്കേണ്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എണ്ണയുടെ അളവ് തീരുമാനിക്കേണ്ടത്. ഇതിൽ നിന്ന് അല്പം നമ്മൾ ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ കോരി മാറ്റാവുന്നതാണ്. കാരണം നമ്മൾ ചോറിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫ്ലേവർ ഈ ചോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിലെല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് അല്പം എണ്ണ
കോരി മാറ്റാവുന്നതാണ്. നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ഓരോ ലെയറായി ഇട്ട് കൊടുത്ത് ഓരോ ലെയറിൻ്റെ മുകളിലും ഈ കോരി വെച്ച എണ്ണ അല്പാൽപമായി ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് റൈസിലേക്ക് കളർ ചേർക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാ ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുന്നത്. കൂടെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഈ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ അത് ചെയ്തിട്ടില്ല. നമ്മുടെ ഇഷ്ടം പോലെയാണ് അതൊക്കെ. അതിനുശേഷം കുറഞ്ഞൊരു ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് മൂടി വെച്ച് അതിൻ്റെ ആവിയൊക്കെ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആർക്കും ഉണ്ടാക്കുന്ന അടിപൊളി പെരി പെരി ചിക്കൻ മന്തി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.